ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജനുവരി 13 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സംസ്ഥാന മന്ത്രിമാരായി ചുമതലയേറ്റു. ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇരുവരും മന്ത്രിമാരാകുന്നത്. ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത, മോട്ടോർ വാഹന, ജലഗതാഗത വകുപ്പുകൾ ഗണേഷ് കുമാറിനാണ്. അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന മ്യൂസിയം, ആർക്കിയോളജി, ആർക്കൈവൈസ് വകുപ്പുകളും മന്ത്രി VN വാസൻ കൈകാര്യം ചെയ്തിരുന്ന രജിസ്ട്രേഷൻ വകുപ്പും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കു നൽകി. 2.5 വർഷം ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും മന്ത്രിസ്ഥാനം നൽകാനായിരുന്നു ഇടതുമുന്നണിയിലെ ധാരണ. അഹമ്മദ് ദേവർകോവിലിന്റെ പ്രധാന വകുപ്പായ തുറമുഖം, സഹകരണ വകുപ്പ് മന്ത്രിയായ VN വാസവന് കൈമാറി. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ റൺ അടിസ്ഥാനത്തിൽ ഒരു ടീമിന്റെ ഏറ്റവും വലിയ ജയം നേടി ഇന്ത്യൻ വനിതാ ടീം. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 347 റൺസിന് ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 479 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 131-ന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിക്കുന്നതിൽ മ്യാൻമർ ഒന്നാമത്. അഫ്ഗാനിസ്ഥാനിനെ പിന്തള്ളിയാണ് മ്യാൻമർ ഒന്നാമതെത്തിയത്. UN ആണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. ആഭ്യന്തര കലാപങ്ങൾ വ്യാപകമായതോടെയാണ് വരുമാനത്തിനുള്ള മാർഗമായി കറുപ്പ് കൃഷിയിലേക്ക് ജനങ്ങൾ തിരിയാൻ കാരണമായതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള യൂട്യൂബ് ചാനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. 2 കോടി വരിക്കാരാണ് ചാനലിനുള്ളത്. ചാനലിന് 450 കോടി വീഡിയോ വ്യൂ ഉണ്ട്. ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ ആണ് 2ാം സ്ഥാനത്ത്. മുൻ കേരള ഫുട്ബോൾ താരവും പരിശീലകനുമായ TA ജാഫർ അന്തരിച്ചു. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. 1992, 1993 വർഷങ്ങളിൽ കേരളം സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്നു. തമിഴ് ചലച്ചിത്ര നടനും ദേശീയ മൂർപോക്ക് ദ്രാവിഡ കഴകം സ്ഥാപക നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. 2011-2015 കാലഘട്ടത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവായിരുന്നു. 1979 പുറത്തിറങ്ങിയ ഇനിക്കും എളിമൈ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തെത്തി. 150-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകപ്രവർത്തകനും നടനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി 2008-ൽ രംഗത്ത് അവതരിപ്പിച്ച ഛായാമുഖി നാടകം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. സംവിധായകൻ, കോളമിസ്റ്റ്, കഥകളി നടൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. ഒരേ സമയം ആകാശത്തിലെ 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം വിജയകരം. വ്യോമസേന നടത്തിയ പരീക്ഷണത്തിൽ 25 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ മിസൈൽ ഭേദിച്ചു. ലോകത്താദ്യമായാണ് ഒരു യൂണിറ്റിൽ നിന്ന് ഒന്നിച്ച് തൊടുത്ത മിസൈലുകൾ ഇത്രയും ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ ഒന്നിച്ചു തകർക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ INS ഇംഫാൽ കമ്മീഷൻ ചെയ്തു. പശ്ചിമ നാവിക കമാൻഡിനു കീഴിലാണ് പ്രവർത്തിക്കുക. 164 മീറ്റർ നീളവും 17 മീറ്റർ വീതിയുമാണ് കപ്പലിനുള്ളത്. ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ളവ കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാനാവും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ യുദ്ധക്കപ്പലാണിത്. ലോങ് ലൈറ്റ് മൂൺ എന്നറിയപ്പെടുന്ന കോൾഡ് മൂൺ പ്രതിഭാസം ഡിസംബർ 25-26 തീയതികളിൽ ദൃശ്യമായി. 2023-ലെ അവസാനത്തതും ഏറ്റവും ദൈർഘ്യമേറിയതുമായ പൗർണമിയാണ് ദൃശ്യമായത്. സ്നോ മൂൺ, വിന്റർ മേക്കർ മൂൺ എന്നീ പേരുകളിലും ഈ പ്രതിഭാസം അറിയപ്പെടുന്നു. അമേരിക്കൻ തദ്ദേശീയ ജനതയായ മൊഹാക്കിൽ നിന്നാണ് കോൾഡ് മൂണിന് ആ പേര് ലഭിച്ചത്.
ഇന്ത്യയിലെ പരമ്പരാഗത വിജ്ഞാനം, സംസ്കാരം എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് വിക്കി എന്ന പേരിൽ ഓൺലൈൻ വെബ് പേജ് ആരംഭിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുങ്ങുന്നു. ഇന്ത്യൻ ഭാഷകൾ, സംഗീതം, ആയുർവേദം, ശാസ്ത്രീയ നൃത്തം, യോഗ, വേദഗണിതം, സംസ്കൃതം, സാർവത്രിക മനുഷ്യമൂല്യങ്ങൾ എന്നിവ IKS-ൽ ഉണ്ടാകും. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. IPC-ക്കു പകരം ഭാരതീയ ന്യായ സംഹിതയും CRPC-ക്കു പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവു നിയമത്തിനു പകരം ഭാരതീയ സാക്ഷ്യ അധിനിയമവും നിലവിൽ വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സ്വർവേദ് മഹാമന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്തു. ഒരേ സമയം 20,000 പേർക്ക് ധ്യാനിക്കാൻ കഴിയുന്ന രീതിയിലാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ വഹിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർലൈൻ എന്ന നേട്ടം സ്വന്തമാക്കി ഇൻഡിഗോ എയർലൈൻ. 32 അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ 118 സർവീസുകളാണ് ഇൻഡിഗോ നടത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. ഉത്തരം കൃത്രിം. 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് നേടിയത്. ഉത്തരം ഹരിയാന. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേലം നിയന്ത്രിച്ച വനിത. ഉത്തരം മല്ലിക സാഗർ. പ്രഥമ ഒഡിയ ഭാഷാ സമ്മേളനത്തിന്റെ വേദി. ഉത്തരം ഭുവനേശ്വർ. ഈജിപ്തിൽ തുടർച്ചയായ 3-ാം തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ആബ്ദേൽ ഫത്താഹ് അൽ സിസി. കുട്ടികൾക്കെതിരെയായ ചൂഷണം, ബാലവേല, ബാലവിവാഹം തടയുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം ശരണബാല്യം. ചെന്നൈ ആശാൻ സ്മാരക അസോസിയേഷന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം കൂരിപ്പുഴ ശ്രീകുമാർ. ഇതോടെ 2024 ജനുവരി 13 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.